ഹലോ ഫ്രണ്ട്സ്, ദ വോമം ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ ഒരു ക്രോഷറ്റ് ഹട്ട് കീ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ മാജിക് റിങ്ങിൽ നിന്ന് വേണം തുടങ്ങാൻ. ബേസിക് ക്രോഷറ്റിംഗ് പഠിക്കുന്ന എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. യാണിൻ്റെ ഷോർട്ടായ ഭാഗം വിരലുകളിലൂടെ വീഡിയോയിൽ കാണുന്നത് പോലെ ചുറ്റിയെടുത്താൽ മാജിക് റിങ് കിട്ടും. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ദാ ഇതുപോലെ 1 2 3. ഇനി മാജിക് റിങ്ങിനുള്ളിലൂടെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യണം. ട്രിപ്പിൾ ക്രോഷറ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4 ഡബിൾ ക്രോഷേ ചെയ്യണം. ഇനി 2 ചെയിൻ സ്റ്റിച്ച്. ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. നമ്മുടെ ഹാർട്ടിൻ്റെ ഫസ്റ്റ് റോ ഏതാണ്ട് കംപ്ലീറ്റ് ആവാനായി. ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്യണം. ഇനി നമ്മൾ നമ്മുടെ മാജിക് റിംഗ് ഇതുപോലെ ടൈറ്റ് ചെയ്യണം. അതിനുശേഷം നടുവിലുള്ള ഈ ഒരു പോർഷനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് റോ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ താഴെയുള്ള റോയിലെ 3 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഈ പോർഷനിലോട്ട് 3 സിംഗിൾ ക്രോഷേ കൊടുക്കണം. 1 2 3. ഇനി നമുക്ക് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി കാണുന്ന തൊട്ടടുത്ത 3 സ്റ്റിച്ചുകളിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യണം. ആദ്യത്തെ സ്റ്റിച്ചിലെ 2 ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് 1 2. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ കൊടുക്കണം. ഇനിയുള്ള 4 സ്റ്റിച്ചുകളിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് കൊടുക്കണം. ഇനി ആദ്യത്തെ റോയിൽ 2 ചെയിൻ കൊടുത്ത ഈ ഒരു ഗ്യാപ്പിലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കൊടുക്കണം.
ഇനിയുള്ള 4 സ്റ്റിച്ചുകളിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം കൊടുക്കണം. 1 2 3 4. പിന്നീട് വരുന്ന 3 സ്റ്റിച്ചുകളിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം കൊടുക്കണം. ദാ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. വീണ്ടും ഫസ്റ്റ് റോയിലെ 3 ചെയിൻ വരുന്ന പോർഷനിലേക്ക് 3 സിംഗിൾ ക്രോഷ്യ. ഒടുവിൽ ആദ്യം കൊടുത്തിരിക്കുന്ന സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ബാക്കി വരുന്ന യാൺ കട്ട് ചെയ്ത് ഈ ഹാർട്ടിൻ്റെ പിന്നിലുള്ള സ്റ്റിച്ചുകളിലേക്ക് ഹൈഡ് ചെയ്ത് വെക്കണം. നമ്മുടെ കീ ചെയിനിന് വേണ്ട ഒരു ഹാർട്ട് റെഡിയായി. ഇതുപോലെ 2 സെറ്റ് ഉണ്ടാക്കണം. ഇനി ഈ 2 സെറ്റുകളും തമ്മിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഹാർട്ടിൻ്റെ ഈ ഒരു സ്റ്റിച്ചും രണ്ടാമത്തെ ഹാർട്ടിൻ്റെ ഈ ഒരു സ്റ്റിച്ചും ആണ് ജോയിൻ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട കളറിലുള്ള യാൺ ഒരു നോട്ടിട്ട് കുരുക്കി ആദ്യത്തെ ഹാർട്ടിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ സെക്കൻഡ് ഹാർട്ടിൻ്റെ ഫ്രണ്ട് ലൂപ്പും ജോയിൻ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. വീണ്ടും ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും ജോയിൻ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച്, എന്നിട്ടൊരു ചെയിൻ സ്റ്റിച്ച്. ഈ ഒരു സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ. 2 ഹാർട്ട് ഷേപ്പും ഏതാണ്ട് ജോയിൻ ആവാറാവുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഫില്ലിങ്സ് വെക്കണം. ഇതുപോലെ വീണ്ടും ജോയിൻ ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചും കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി ചെയിൻ കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ക്രോഷ്യ ഹാർട്ട് കീ ചെയിൻ റെഡി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കീ ചെയിനാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.